വാർത്തകളിലേക്ക്. കുരുൾ തരീഖത്ത് എന്ന മുസ്ലിം സംഘടന വിട്ടതിൻ്റെ പേരിൽ ജീവന ഭീഷണി എന്ന യുവതി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ പേരിൽ കുരുൾ തരീഖത്ത് നിന്ന് പുറത്താക്കി ഊരുവിലക്കുകയായിരുന്നു. പ്രവാചകൻ ഷാഹുൽ ഹമീദ് യുവാവിനെതിരെ വ്യാജ പോക്സോ കേസ് ഒളിപ്പിച്ചുവെന്നും യുവതി പറഞ്ഞു. എനിക്ക് അതിന് കല്യാണങ്ങളോ കാര്യങ്ങളോ ഇല്ലാന്നും എനിക്ക് അതിൽ ഭർത്താവ് ഇല്ലാന്നുമാണ് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. എന്റെ വീട്ടുകാരോടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്നുള്ളത് അവര് ഒരു അജണ്ടയാണല്ലേ? അതെ. സോഷ്യൽ മീഡിയ കല്യാണം കഴിയാത്തവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞവർക്ക് സാധാ സ്വിച്ച് ഫോൺ ഉണ്ടല്ലേ, അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് വെച്ചാല് ഞാൻ TTC ഓൺലൈനിലായിട്ട് TTC ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പിന്നെ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റത്തില്ല. അവർ പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിച്ച് അതിൽ ഞാൻ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത്. അത് അവിടെ പോയിട്ട് അയാളോട് മാപ്പ് പറഞ്ഞു കയറണം. ഷാഹുൽ ഹമീദിനോട് മാപ്പ് പറഞ്ഞ് അയാളെ വീട്ടിന് മുന്നിൽ രാവും പകലും നിന്നതിന് ശേഷം മാത്രമേ അതെ അവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ടില്ല. ഇപ്പൊ എല്ലാരും പറയുന്ന അവിടെ പോയിട്ട് ഒരു 8-10 പ്രാവശ്യം പോയി അയാളെ വീടിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കണം. പിന്നെ അയാൾക്ക് തോന്നുവാണെങ്കിൽ അയാൾ ഉള്ളിലോട്ട് വിളിക്കും, അങ്ങനെ സംസാരിക്കുമെന്ന്. താടി വെക്കരുതെന്ന് പറഞ്ഞ പണ്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിന്റെ മുന്നത്തെ നേതാക്കന്മാര് പറഞ്ഞു താടിയുള്ളവരെ നോക്കി തല്ലാൻ പറഞ്ഞെന്ന്.